അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. KCBയുടെ 33 kV ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചത്. കയ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് സംഭവം. സാജന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നുപോകുന്നത്. ഇതിൽ കാക്ക ഇടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയുമായിരുന്നു. ഫാൻ, മെയിൻ സ്വിച്ച് ബോർഡുകൾ, വയറിംഗ്, മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. അതിട്ട് പിന്നെ ഇപ്പോൾ അന്ന് ഒരു 1.5 ലക്ഷം രൂപ ചെയ്ത് പുതിയ ചെയ്ത അവരെ കൊണ്ടുവന്നല്ലോ മെയിൻ ആൾക്കാരെ കൊണ്ടുവന്ന് പുതുക്കി ചെയ്തതാണ് സാറ്റിസ്ഫൈഡ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഷോർട്ടായിട്ട് ഇത് എന്തുണ്ടായത് ഇന്ന് കാലത്ത് ഭയങ്കര മണവും ഭയങ്കര. ഒരു വർഷം മുമ്പും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായി മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു. തൊട്ടടുത്തുള്ള വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. KCB മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് 33 kV ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു.